എല്ലാവർക്കും നമസ്കാരം. ലിവീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. അതിനുമുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മളൊരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലോട്ട് ഒരു 10 മുതൽ 15 വരെ വറ്റൽമുളക് ചേർക്കാം. നമ്മൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 10 വറ്റൽമുളകുകളോളം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. നല്ലതായിട്ടൊന്ന് ക്രിസ്പി ആവുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വറ്റൽമുളകൊക്കെ ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. കൊച്ചുള്ളി നമുക്കൊരു 10 മുതൽ 15 കൊച്ചുള്ളി വരെ കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി എത്രയും ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. കൊച്ചുള്ളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി നമുക്ക് നന്നായിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയും വറ്റൽമുളകും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നമ്മൾ ഇത് വറുത്ത ഈ സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് ഉണക്ക കൊഞ്ചും വറുത്തെടുക്കണം. അപ്പം നമ്മൾ ഉണക്ക കൊഞ്ചൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഈ ചട്ടിയിലോട്ടിട്ട് ഉണക്ക കൊഞ്ചും കൂടെ മൂപ്പിച്ചെടുക്കണം. ഈ ചെമ്മീൻ ചൂടായി വരുമ്പോഴത്തേക്കിന് തന്നെ ഇതിൻ്റെ ഒരു വാലും തലയും മുള്ളും ഒക്കെ ഒരു പൊടിഞ്ഞ് ഇതിനകത്ത് തന്നെ വീഴും. പക്ഷേ ബാക്കിയുള്ളത് നമ്മൾ എന്നിട്ട് പിന്നെ ക്ലീൻ ചെയ്തെടുക്കണം. നമ്മുടെ ചെമ്മീൻ ഇത് കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറും. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇത് ചൂടായി വരുന്നുണ്ട്. നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു മുറത്തിനകത്തോട്ട് നമുക്കിത് മാറ്റാം. ഞാൻ ഒരു പേപ്പർ വിരിച്ചിട്ടുണ്ട് ഈ മുറത്തിലോട്ട്. നമുക്ക് ഈ ചൂടാക്കിയ പ്രോൺസ് ഇട്ടിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ റോൾ ചെയ്യുന്ന തടിയുണ്ടല്ലോ, അത് വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ മുള്ളും വാലും തലയെല്ലാം പൊടിഞ്ഞ് കിട്ടും. ഇത് പ്രോൺസ് ഇപ്പം നന്നായിട്ട് ഈ ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് മൂത്ത കാരണം പെട്ടെന്ന് തന്നെ ഇതെല്ലാം പൊടിഞ്ഞ് കിട്ടും നമുക്ക്. കണ്ടില്ലേ, ഇതേപോലെ ചെയ്തേച്ചാൽ മതി ഒരു മെത്തേഡ്. പിന്നെ നമ്മൾ അരകല്ലെ വെച്ചിട്ടും ഇതുപോലെ കുഴവി വെച്ചിട്ടായാലും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താലും മതി. അപ്പോൾ ക്ലീൻ ചെയ്ത് കിട്ടും. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ ചെറിയൊരു ചെരുവ് ഇതുപോലെ പരന്ന ചെറിയ പാത്രം ഉണ്ടെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്താലും മതി. അപ്പോഴും ഇതിൻ്റെ തലയും പാലും എല്ലാം പൊടിഞ്ഞ് കിട്ടും നമുക്ക്. പിന്നെ ഇതൊന്ന് നന്നായിട്ട് നമ്മൾ പാറ്റിയെടുക്കണം. നമുക്ക് ഇതേപോലെ നമ്മളൊരു മുറത്തിനകത്തിട്ട് പാറ്റിയാൽ അതിൻ്റെ തരിയെല്ലാം അങ്ങ് പോകും. നമുക്ക് കൊഞ്ച് നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും. ഇത്രയും വേസ്റ്റ് അതിൻ്റെ ബാക്കി വന്നു, കണ്ടില്ലേ. ഇനി നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കാം. ആദ്യം വറ്റൽമുളകൊന്ന് ചതച്ചെടുക്കാം. വറ്റൽമുളക് എല്ലാത്തിൻ്റെയും കൂടെ ഇട്ടാൽ ചതഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ആദ്യം വറ്റൽമുളകൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ വറ്റൽമുളക് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കൊച്ചുള്ളി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ തിരുമിയത് വേണം. ഞാൻ ഏകദേശം അരമുറി തേങ്ങ തിരുമിയത് ചേർക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം 100-150 ഗ്രാം ഉണക്കക്കൊഞ്ചാണ് ഇതിനകത്തോട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും തേങ്ങ വേണം. തേങ്ങ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഇത്രയും കൂടെ ചേർത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇതൊന്ന് ചതച്ചെടുക്കണം നന്നായിട്ട്. തേങ്ങയും വറ്റൽമുളകും കൊച്ചുള്ളിയും എല്ലാം കൂടെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക കൊഞ്ചും കൂടെ ചേർത്തിട്ട് നമുക്ക് ചതച്ചെടുക്കാം. അത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ്. നന്നായിട്ട് പൊടിക്കണമെങ്കിൽ പൊടിച്ചെടുക്കാം. പിന്നെ നമുക്കൊന്ന് കടിക്കുന്ന പരുവത്തിലാണെങ്കിൽ വേണമെങ്കിൽ ആ രീതിയിൽ പൊടിച്ചെടുക്കാം. എങ്ങനെ ഇത് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ആദ്യം. അപ്പോൾ നമ്മുടെ ഉണക്കക്കൊഞ്ച് ചമ്മന്തി റെഡിയായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടിപൊളി ഒരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.